യാഗം കഴിച്ചു നിയമം ചെയ്ത ശുദ്ധന്മാർ. യാഗം കഴിച്ചു നിയമം ചെയ്ത ശുദ്ധന്മാർ. നാലായാമത്തിലുണർന്നവർ മോദമോടെ വാഴ്ത്തുന്നേ. നാലായാമത്തിലുണർന്നവർ മോദമോടെ വാഴ്ത്തുന്നേ. സൗന്ദര്യത്തിൻ പൂർണ്ണതയാകുന്ന സിയോനിൽ നിന്നും പ്രകാശിക്കുന്നോനെ പ്രഭാതത്തിൽ സ്തുതിക്കുന്നേ. പിതാവിൻ്റെ സന്നിധിയിൽ, സ്വർഗീയ പിതാവിൻ്റെ സന്നിധിയിൽ ഒരു ദൈവ പൈതൽ പ്രധാനമായും ഇരിക്കേണ്ടത് ദൈവിക യാമത്തിലാണ്. ദൈവിക യാമം നമുക്കറിയാം, സന്ധ്യയ്ക്ക് 6 മുതൽ അതുപോലെ രാത്രി 9 മണി വരെയും. മാനുഷികയാമം 9 മുതൽ 12 മണി വരെയും രാത്രി. മൃഗയാമം 12 മണി മുതൽ പ്രഭാതത്തിൽ 3 മണി വരെ പൈശാചികയാമം. പ്രഭാതത്തിൽ 3 മണി മുതൽ 6 മണി വരെ ദൈവിക യാമം. പ്രഭാതത്തിൽ 4 യാമത്തിലാണ് കടലിൽ ഭയങ്കരമായ തിരകളാൽ വലഞ്ഞ് മറുകര കാണാതെ വളരെ കഠിനമായ കഷ്ടതയിലൂടെ അഥവാ കൊടുങ്കാറ്റിനാൽ ഭാരപ്പെട്ട ശിഷ്യന്മാരുടെ അരികിലേക്ക് കർത്താവായ യേശു കടലിൻ മീതെ, സൃഷ്ടികർത്താവിന് എല്ലാറ്റിന്മേൽ അധികാരമുണ്ട്, അവിടുന്ന് നടന്നു വന്നത് പ്രഭാതത്തിൽ 4 യാമത്തിലാണ്. അധികാലത്തെ ഞാൻ അങ്ങേ അന്വേഷിക്കും. സങ്കീർത്തനം 63:1. 46-ാം സങ്കീർത്തനം 5, 2-ാം ഭാഗം. അധികാലത്തെ ഞാൻ നിന്നെ സഹായിക്കും. അതെ, അപ്പനിൽ നിന്ന് ആത്മശക്തി ഏറ്റെടുത്ത് ഒരു ദൈവ പൈതലിനെതിരായിട്ടുള്ള അന്ധകാര മണ്ഡലത്തിനെതിരായി പോരാടാനുള്ള ഏറ്റവും നല്ല സമയം, ദൈവ പൈതലിനെതിരായിട്ട് പിശാചിട്ടിരിക്കുന്ന പദ്ധതികളെ തകർക്കാൻ ഉള്ള ഏറ്റവും നല്ല സമയം വെളുപ്പിന് 3-നും 5-നും ഇടയ്ക്കുള്ള സമയമാണ്. ഇവിടെ ഇപ്പോൾ 4:15 ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങുകയാണ്. ആകയാൽ ഇത് ഗൗരവമായിട്ടെടുക്കുക, പ്രാർത്ഥിക്കുക, ജയം നേടുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.